ലേഖുസേ ഭയങ്കര സന്തോഷത്തിലാണല്ല. അതെ, നമ്മളെ സബിയാൻറ്റി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇപ്പൊ എത്തിയതേ ഇല്ലു. അപ്പൊ ഞാൻ കാണുന്നില്ല മേല. അപ്പൊ ഞാൻ പിന്നെ ലോഗുനെയും കൂട്ടിയിട്ട് ഒന്ന് ചെക്കപ്പിന് പോയിട്ടുണ്ടായിനി. അപ്പൊ ഒന്ന് ഡിസ്ചാർജ് ചെയ്തരാം, 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാനും എത്തിയും ലോഗും പച്ചക്കേ പോയിനി മംഗലാപുരം. ഇപ്പൊ എത്തിയതേ ഇല്ലു. വരുമ്പോ തന്നെ ഇതാ എന്റെ സബിയാൻറ്റി വന്നിട്ടുണ്ട്, ഷിബുവാപ്പനും ഉണ്ട്. അമ്മക്ക് ഇന്ന് പണിയുണ്ടായിട്ടാ, പക്ഷെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് വേഗം വന്നിട്ടുണ്ടായിനി. പിന്നെ നമ്മ പെരുന്നാളിന്റെ ഫുഡ് അടിച്ച് വരുമ്പോ അവിടുന്ന് കഴിച്ചിട്ട് വന്നു. അപ്പൊ നമ്മിന്ന് പഴംപൊരി ആക്കാനുള്ള പരിപാടിയിലാണ്. ലേശം പഴംപൊരി ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പൊ അമ്മക്ക് കോളെല്ലാം കൊണ്ടാന്ന് അനിയത്തി വന്നിട്ടില്ല. എന്താ ഇത് അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിനി, സബിയാൻറ്റീൻ്റെ മോൻ. അന്നേരം നമുക്കിതാ അടിപൊളി സ്മാർട്ട് വാച്ച് എനക്കും അനിയത്തിക്കും 2 ഏച്ചിമാർക്ക്. താങ്ക് യു കുട്ടാപ്പി. ആ വിജിഷയും കുട്ടാപ്പി വരെ പ്രായമായിരിക്കും. അമ്മക്കും ഉണ്ട്. കാണിച്ച ഞാൻ കണ്ടിച്ച ലേഖമ്മേനെ എല്ലാരും പറയുന്നുണ്ട് കാണാൻ കിട്ടുന്നേ ഇല്ലല്ലോ എന്ന്. ഇനി നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഇനി അമ്മേനെ വിടൂല കേട്ടാ. നിങ്ങ പറയണം അമ്മയോട് പോണ്ടാന്ന്. അടിപൊളി കോട്ടന്റെ അമ്മ. അപ്പൊ ഞാൻ ഇന്ന് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴത്തേനില്ലേ വിജിഷു അതേ ഡ്രസ്സ് ഇട്ടിന്. രണ്ടാളും മാച്ച് തന്നെ. എല്ലാരും ട്രെയിനിൽ പോകുമ്പോ നമ്മളെന്നെ നോക്കുന്നുണ്ട്. ആ അടിപൊളി. അമ്മക്ക് ഈ കളർ ഉണ്ടായിട്ടല്ല. അപ്പൊ അമ്മക്ക് മൊത്തം കോളന്നെ കേട്ടാ. പെരുന്നാളിന്റെ വകയും കിട്ടീന്. ഇപ്പൊ ഇത് അനിയത്തി വരുമ്പം കിട്ടി. എന്നാ ഇത് എനക്കല്ല അമ്മ, വെറുതെ തന്നെ. ഞാനേ എന്റെ കൈക്ക് കോടി കൂത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കെന്തോ കോടി കിട്ടുന്നുണ്ട് കോടി കിട്ടുന്നത്. അപ്പൊ എല്ലാരും എന്നെ തമാശയാക്കി. ആര് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു കാര്യം. എന്റെ കൈക്ക് കോടി കൂത്തിട്ടുണ്ട്. തകടിയും കൊറേ സ്ഥലത്ത് കോടി കൂത്തിന്. കോടി കൂത്തിന്. ആ 2 വരാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടിയതല്ലേ, ഇത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതല്ലേ. അപ്പൊ കോടി പൂത്തതിന്റെ കാരണം ഇതാന്ന് കേട്ടാ. നമ്മളെ കൈക്ക് ഇങ്ങനെ വരുമ്പോ നമ്മ കോടി കിട്ടുന്നല്ലേ. എന്റെ ഈ കൈക്ക് വന്ന് കോടി ഉണ്ടായി പൂത്തിട്ടുണ്ടായി, ഈനും പൂത്തിട്ടുണ്ടായി. 2 കിട്ടി. ഞാൻ ബീച്ചോട് പറയും, ബീച്ച് പറഞ്ഞത് എന്തോ വിറ്റാമിന് പറഞ്ഞിട്ട് അതൊന്നല്ല ഇപ്പൊ മനസ്സിലായില്ലേ. അല്ല നിങ്ങൾ വന്നത് ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റില് നിങ്ങൾ വിളിക്കുന്ന ഒച്ച കേട്ടിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോ അന്നേരം ഓരോ ഞാൻ ഇങ്ങോട്ട് കേറുന്നത് കണ്ടിനി. നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നില്ലേ. ഞാൻ അതിനോട് ചോദിച്ചു, അമ്മ കൊണ്ട് വരുന്നില്ലേ ഇതൊന്നും പറഞ്ഞ അറിയില്ല. നമ്മൾക്ക് വരാനും സമയമില്ല. അതെ, അമ്മ ആദ്യമായിട്ടാണ് ഞാൻ സബിയാൻറ്റീനെ കുടികൂടെല്ലാം അടിച്ചല്ലേ. ഇപ്പൊ 5-6 കൊല്ലായില്ലേ. ഈ സെപ്റ്റംബർ വന്നാല് 6 കൊല്ലായി. 6 അല്ല 7. 2019 കുടികൂടലിന് വന്നതാ. ഈ സെപ്റ്റംബർ 16 വന്ന 7 കൊല്ലായി കുടി കൂടിയിട്ട്. 2019 കുടികൂടീനി. നമ്മ അതിന് ശേഷം കൊറേ പ്രാവശ്യം അങ്ങോട്ട് പോയല്ലോ അമ്മ. നമ്മ അങ്ങോട്ട് ഇടക്കിടക്ക് പോയിന്. അമ്മയ്ക്ക് ലേഗോസ് പഴംപൊരി ഉണ്ടാക്കലായിട്ടാ. ഉണ്ടാക്കി കഴിയാനായല്ലോ അമ്മ. ഞാൻ അപ്പത്തേനും പോയി ചിക്കൻ മേടിച്ചോണ്ടെന്ന്. വേഗമൊന്നും വേണ്ട, നെയ്ച്ചോറാക്കാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. പുളിങ്കറിയും മുരിങ്ങാച്ചപ്പിലെല്ലാം പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല മുരിങ്ങാച്ചപ്പിലെ ഉപ്പേരിയും
കുമ്പളങ്ങ ഉണ്ടല്ലോ അമ്മേ, നമ്മ ഇതുവരെ മുറിച്ചിട്ടുണ്ടായില്ല കുമ്പളങ്ങ. അന്ന് നമ്മളെ ആറ്റുനോറ്റ് കിട്ടിയൊരു കുമ്പളങ്ങ ഉണ്ട്, അത് നമുക്ക് പുളിശ്ശേരി വെക്കാം. മുരിങ്ങാച്ചപ്പില വറവും. ചിക്കൻ എന്നാക്കുന്നത് എന്താ അച്ഛൻ പോയിട്ട് ഇതാ നല്ല തോട്ടത്തെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ പോയിട്ടേ അച്ഛന്റെ കൂട്ടുകാരന്മാര് കൊടുത്തിയാണ് കേട്ടാ. കിട്ടുന്നില്ല. ജീവനുണ്ട് അച്ഛൻ? നല്ല കഴിച്ചല്ലേ? ജീവനുണ്ട് ചെറുങ്ങനെ, പിന്നെ ചെറുക്കെ നനക്കുന്നുണ്ട്. അത് പിന്നെ തലകുത്തനെ പിടിച്ച അത് അമ്മ പേടിച്ച് ഊറിയിട്ട് വേണ്ടിട്ട് അമ്മക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ നല്ല പുല്ലമ്പല്ലുണ്ട്. ആപ്പന് ഇഷ്ടല്ലേ? ആപ്പന് നല്ല കഴിച്ചലിപ്പോ നിലത്തു അച്ഛനിപ്പൊ എടുത്തോ കൊണ്ടുവന്നെയാണ് കേട്ടാ. കൊറച്ച് വെള്ളാക്കി നമുക്ക് വറ്റിക്കാണ്ട് പൊരിക്കാണ്ട് നല്ല കുരുമുളക് എടുത്ത് ഇതാ ഒരു കഷ്ണം തരാട്ടോ. ഇന്നൊരു കഷ്ണം തരാട്ടോ. അത് കഴിച്ചിരുന്നത് കഴിച്ചല് നല്ല ടേസ്റ്റ് ആണ്. ഇതാ അതിന്റെ തോരനും മേടിച്ചിട്ട് അച്ഛനാണോ കുമ്പളങ്ങ മോര് കാച്ചിയത് ക്യാൻസൽ. എന്താ വേണ്ടേ? തോരക്കറി ഇഷ്ടമാണപ്പാ. വസന്തമ്മ തോരക്കറി മണ്ടക്കോറലാക്കി വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ കായ ക്യാൻസൽ പോലും. ചിക്കൻ ഇതല്ലേ? ചിക്കൻ ഞാൻ ഇത് അരവെല്ലാം പെരക്കാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൊരിക്കുന്നു. കുറച്ച് പൊരിക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ പൊരിക്കുന്നില്ല. ഇപ്പൊ മീൻ കിട്ടിയോണ്ട് ചിക്കൻ നായക്ക് മിഷീലാണ്ടായി. ഇതാ പാവം ചിക്കൻ അരവ് പെരക്കാൻ പിടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. കൂവപ്പൊടിയാണ് രാവിലെ ഒന്നും കറിവേപ്പില പറിച്ച് തിന്നണേ. ഇപ്പൊ ചൂടില് നല്ലതാണ് കൂവപ്പൊടി കഴിച്ചത്. അത്രയും മധുരം കൊണ്ടുവേണം ചൂട്. ഞാൻ അങ്ങനെ മധുരം കുടിക്കില്ലല്ലോ. വയനാട് കാട്ടുകൂപിയല്ലേ? കോഴിക്കോട്. കോഴിക്കോടനാ? സബിയാന്റെ ഒരു മോടനെയാ? മുമ്പ് ഇങ്ങ് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടേ. ഇന്നിപ്പോ സബിയാന്റെ ഒരു മോടന്നാ? ഞാൻ വിചാരിച്ച അന്നേരത്തത് കാച്ചതാണ്. ഇനി ഞാൻ എങ്ങനെ പിടിച്ചിനു? ഇപ്പൊ ഇടക്കര ചെയ്തിട്ടെങ്കിൽ ഞാൻ ആടെ ഇടട്ടിന്. അപ്പൊ ഇതില് മഞ്ഞള്, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് വരക്കിക്കും. അമ്മ വരക്കിക്കും. കുറച്ച് തൈര് ഇട്ടിച്ചാൽ മതി അമ്മ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് തൈര് പരവല്ലായിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് പെരക്കി കൊടുക്കാം. നല്ലതല്ല അമ്മ? ഇതിന് മൂത്രക്കടച്ചലിനോ ഇതിനെല്ലാം നല്ലതല്ലേ കൂവ? നല്ല കൂവപ്പൊടി കാച്ചെടുക്കും. പിന്നെ ഇതല്ലേ എന്താ പറയണ്ട്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതില്ലേ വെള്ളപോക്ക്, അതിനെല്ലാം നല്ല കാച്ചി കുടിച്ചാൽ. ഞാൻ 4 ദിവസം പനി ചന്തി കിടന്ന, എന്നിട്ട് പിന്നെ പണിക്ക് പോകാൻ നേരത്തെ കപ്പ് നിറച്ചെടുത്ത് കുടിച്ച് ഉഷാറായി പണി. നല്ല പെട്ടെന്ന് ക്ഷീണം പോകും പനിയൊക്കെ പിടിച്ചാല്. ഞാൻ ചൂടിയിൽ കുളിപ്പിക്കല്ലേ. എന്റെ മീൻ ഇത് കുറുവാന്നോലീനെ പറയല്. നമ്മുടെ പുല്ലം പരല്. ഓരോ നാട്ടിലും ഓരോരു പേരില്. കുറുവ നമ്മളെ പുല്ലം പരല്, നിങ്ങളെ കുറുവ. ഇതൊക്കെ അതിന് കുളിക്കണ്ടോണില്ല. മൊത്തം ചൂടിയാണ്. ജീവനെ 2 അടി കൊടുത്തിട്ട് ഇവിടെ കടത്തിയിട്ടുണ്ട്. ജീവനില്ല. തോരൻ വലിച്ചു കഴിഞ്ഞാ ഞാൻ
ഞാനും മീനും തമ്മിലുള്ള മൽപ്പിടുത്താണ് ഇത്ര നേരമായിട്ട് കഴിഞ്ഞത്. മുറിക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റും കുറേ ആൾക്കാരുണ്ടായി. മുറിച്ച് പകുതിയാകുമ്പത്തിന് ആരും കാണുന്നില്ല. ആടോക്കി ഒരാള് പൂച്ചയുടെ പൂച്ച പൂച്ചേ ഈക്കോ ടീക്കു അപ്പൊ പെണ്ണിതെല്ലാം കൂട്ടി തോന്നെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി പീസ് ആക്കി എടുക്കണം. അപ്പൊ ഇതെന്നാ അമ്മീ ചട്ടിയില് ചട്ടിയിലെ പുല്ലം അതിന്റെ വേറെ മീനത്. അതിന് കല്ലുമ്മിട്ട് വരച്ച് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ. അപ്പൊ ഇതാ നമ്മളെ മീനെല്ലാം മുറിച്ച് അരവെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ബ്രാലാണ് കേട്ടോ ഇത് നമ്മളെ പുല്ലമ്പരല്. അപ്പം ഇതാ തേച്ച് കൊടുത്തിട്ടാ കുറച്ച് നാളത്തേക്ക് വറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 2-3 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ചിക്കൻ ഇവിടെ പൊരിക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് പൊരിച്ചായില്ലേ നല്ല സോഫ്റ്റ് ആവും. പിന്നെ കുറച്ചുകൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. തവ ഫ്രൈ ആണ് കേട്ടോ, ഡീപ് ഫ്രൈ ആക്കുന്നില്ല. മീൻ നമുക്ക് ഇപ്പം പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആദ്യം നമുക്ക് കഴിച്ചേ പൊരിച്ചെടുക്കാം, അതിന് ശേഷം ഈ മീൻ എടുക്കാം. കുറേ പൊട്ടണമില്ലേ 1 കിലോത്തെ പറയുന്നത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. കടലക്കറി ആക്കുന്ന തിരക്കിലാണ്. അമ്മയാണെങ്കിൽ അപ്പുറം ദോശ ചുടുന്നുണ്ട്, കടലക്കറി ഇടുന്നു ആക്കുന്നത്. അപ്പൊ ഇന്നലെ രാത്രി നമ്മ ചോറിനെ കഴിച്ചിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അമ്മ ഇപ്പഴത്തേക്ക് വന്നിന്. നമ്മ കുറേ ഒരു സമയം വർത്താനം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് രാവിലത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വെള്ളക്കടലക്കറി. ലഗൂസ് ദോശ ചുട്ട് വെക്കുന്നുണ്ട്. ദോശ ചുടുന്ന മാത്രം അരിയാണ്ട് എടുത്തതിൽ നടന്ന് ചായ പിടിക്കുന്നുണ്ട്. പണിക്കുവാൻ തിരക്കായി. അമ്മ ഇപ്പൊ ഈ കല്ലില്ല ദോശ ചുടല് മറ്റേ നമ്മളെ പോയാ ചായ പിടിക്കലയാ. അപ്പൊ നമ്മളെ ലോകൂട്ടൻ ഏടി ഇരുന്നിട്ടാ ചായ പിടിക്കുന്നത് കേട്ടാ. ലോകൂസേ ഇന്നലത്തെ ചിക്കൻ പൊരിച്ചതെല്ലാം തീർന്നുണ്ട്. രാവിലെ തന്നെ ചിക്കൻ പൊരിച്ചത്. ഇവരെ സ്കൂൾ വാർഷികമാണ് കേട്ടാ. അപ്പൊ അതിന്റെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞാടും പ്രാക്ടീസ് അല്ലേ. അമ്മയുണ്ട് ഡാൻസിന് ടീച്ചർമാരെ നമ്മ തന്നെ പഠിക്കുന്നു, നമ്മളാരും പഠിപ്പിക്കാനില്ല. ബീച്ച് ദോശ ചേർന്നാലോക്കെ. ബീച്ച് ദോശ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ബീച്ച് എന്നത് ബീച്ച് ദോശ. എത്ര വലുത് അത്? അതിന് ശരി മുക്കൽ അമ്മമ്മേന്റെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു ദോശ ഇടല്. അപ്പൊ നമ്മളെ പാറോമ്മ എത്തിയിട്ടുണ്ട്. ചായ കുടിക്കാം അമ്മ. വിളിച്ചൂടെ കൂട്ടാൻ പറ്റില്ലേ? പൈസക്കാരിയാന്ന് ഓട്ടോയിലാക്കിട്ട് അത് എന്നല്ലേ വീട് നേരത്തേക്ക് കൂട്ടാൻ പറ്റുന്നത്. എന്തേ അമ്മേ വരൂ ചായ കുടിക്കാം. നിങ്ങെടുക്ക് നമ്മളെ ആധുനിക രീതിയിലെ കസേര കുഷിയനിലെടുത്ത് മാറ്റാൻ പറ്റും. അച്ഛൻ്റെ റൂമിലുണ്ടായതാണ്. അപ്പൊ നമ്മ ചായ പിടിക്കട്ടെ. നമ്മളെ സബ്യാൻറ്റി തലവേദന അല്ലേ, ഭയങ്കര തലവേദന സബ്യാൻറ്റിക്ക്. കിടക്കുന്നു, യാത്രയും ചെയ്ത്. അപ്പൊ നമ്മ ചായ കുടിച്ചിട്ട് വരാം. പഴുത്ത മാങ്ങ
അപ്പം ഇനി നമ്മളെ പണി ഉച്ചക്കത്തെ പണി എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. പുളിശ്ശേരിയായി, നമ്മളെ ചക്കപ്പൂര് ഇടിച്ചക്ക വറവായി, പിന്നെ നമ്മ ചിക്കൻ കറി അടുപ്പത്തുണ്ട്. അടുപ്പത്തുണ്ട് കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് വന്നു. ഭയങ്കര തലവേദന വെച്ചാൽ ചാവടിക്കാൻ വിളിച്ചിട്ട് വരെ എണീക്കുന്നില്ല. അപ്പോൾ ഞാനും ശിബാപ്പനും കൂടിയിട്ട് ഇവിടെ കരോടൂർ ആശുപത്രിയിൽ പോയിട്ട് വന്നു. ആശുപത്രിയല്ല, ഡോക്ടറുണ്ട്. ഡോക്ടറെ വീട്ടിലാന്ന് പോയിട്ടുണ്ടേ, മൈഗ്രെയിനാന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് എത്തിയതേ ഇല്ലു. നാളെ ഉച്ചക്കത്തെ പരിപാടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം മീനും കൂടി ആക്കാനുണ്ടല്ലേ. ഇന്നലത്തെ നമ്മളെ പെട്ടക്കുന്ന മീനില്ലേ, അതിൻ്റെ ബാക്കി വറ്റിക്കാനുണ്ട് കുറച്ച്. അതിൻ്റെ തലയും പാലെല്ലാം പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി അമ്മ. മറ്റേ മീൻ ഫ്ലോപ്പായി പോയി, കേട് വന്നില്ല. രാവിലെ പിടിച്ചു തരാൻ തോന്നുന്നു. പുല്ലാം പൊരിച്ചിട്ട് വെറുതെ കളയേണ്ടി വന്നു. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിട്ട്, നല്ല മുറിച്ചിട്ട് കല്ലുമുട്ട് വരച്ചിട്ടും കൂടി ഒന്നായിട്ടുണ്ടായിട്ട്. ചൂടല്ലേ, ചൂടുവാണ്. മറ്റേ കടലത്തെ ഉപ്പും വെള്ളത്തിന് പിടിക്കുന്നല്ലോ, വേഗം കേടാവും. മറ്റേ അന്ന് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ ഒരു ദിവസം മീൻ കൊണ്ടുവന്നിട്ട് രാവിലേക്ക് ചത്തിട്ടുണ്ടായിട്ടേ, എൻ്റെ അമ്മ അത് മുറിച്ചിട്ട് ഒരു വിധാണെങ്കിൽ ഞാൻ എടുക്കേണ്ടിരും. നാറിയിട്ട് കഴിയുന്നുണ്ടായിട്ടാ. ഈ മീൻ വേഗം കേട് വരും. അത് രാവിലെ പിടിച്ചായിരുന്നു. മറ്റേ മീന് ജീവൻ ഉണ്ടായതുകൊണ്ട് അത് നല്ല ഫ്രഷ് ഉണ്ടായി. പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതിൻ്റെ ബാക്കിയുണ്ട് ഇപ്പം വറ്റിക്കാൻ. അതന്നെ, അത് ആദ്യം പൊരിച്ചിന്, അതിന് ശേഷം ഇത് പൊരിച്ചിന്. എന്താ വെച്ചാൽ പുല്ലനൊരു കട്ട് എന്തോ ഒരു ചൊയ്യ ഉണ്ടാവും ഇങ്ങനെ ഇത്ര നമ്മൾ കഴുകിയാലൊരു. അപ്പോൾ നമ്മൾ ചോറയ്ക്കലായി. നല്ല കപ്പക്കയും ചക്കപ്പൂരും പുളിശ്ശേരി ഉണ്ട്, ചക്കപ്പൂര് വറവുണ്ട്, മീൻ പറ്റിച്ചതുണ്ട്, കൈച്ചറി, ചിക്കൻ കറി. അമ്മ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടാ തിന്നു കേട്ടാ. സബിയാൻ്റെ എണീച്ചിനമ്മ. പാപ്പനും കഞ്ഞി കുടിച്ചു. അപ്പം നമ്മ കഞ്ഞി കുടിക്കട്ടെ. അപ്പം അമ്മമ്മയും അമ്മയെല്ലാം ഇവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടാ. അലക്കാൻ എന്ന് ഇന്നത്തെ എന്താന്ന് കൊപ്ര വാരി വെക്കാനാ? അല്ലെങ്കിൽ അപ്പൊ തക്കാളിക്ക് വെള്ളം ഒഴിക്കണം. ഇതിനിടക്ക് അങ്ങനെ നമ്മളെ സബിയാൻറ്റി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടാ. ഇത്രയും നേരം കണ്ണുറക്കാൻ വരുന്നുണ്ടായിട്ട് ഒരേ കിടത്താണ്ടായിനി. മൈഗ്രൈൻ്റെ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറഞ്ഞ് ഇത്ര നേരം എണീക്കുന്നതായിട്ടാ. എൻ്റെ അമ്മോ, കണ്ണ് തുറക്കാൻ പറ്റില്ല. കണ്ണ് രീതിയിലാ തോന്നുന്നു. കണ്ണ് നോക്കാൻ കണ്ണൊക്കെ പൊട്ടി പോണ വേദന. ഡോക്ടർ നോക്കിയാടും പറഞ്ഞു മൈഗ്രൈനാന്ന്. ചിലർക്ക് അറിയും. ഛർദിക്കും ചെയ്ത് രണ്ടോട്ടം. പോകുമ്പോ ഛർദിച്ചോട്ടോന്ന് വരുമ്പോ ഛർദിച്ച്. അപ്പൊ ഇവിടെ അമ്മമ്മ പോന്നതിന്റെ ചർച്ചയാണ് കേട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പവും തക്കാളിക്ക് വെള്ളയിക്കണം എന്ന് പറഞ്ഞാ കഴിഞ്ഞ ദിവസം വന്നേരം പോയത്. ഇന്നിപ്പൊ കൊപ്ര വരിയേക്കണോ? ഇന്ന് വിടൂല. ലേഗൂസ് പരിപ്പൊടി ആക്കുന്നുണ്ട്. ഞാനെത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്. അമ്മമ്മ നാളെ പോയത്. അമ്മമ്മ ഇതാ നല്ല ചെമ്മീൻ റോസ്റ്റെല്ലാം ആക്കുന്നത് നമ്മ. അപ്പൊ അമ്മ ഇപ്പനി വൈകുന്നേരത്തെ പരിപ്പ് വട ആക്കുന്ന തിരക്കിലാണ് കേട്ടാ. ഇന്നലെ പഴംപൊരിയാക്കി, ഇന്ന് പരിപ്പ് വടയാന്ന് സ്പെഷ്യല്. അപ്പൊ പരിപ്പ് വട ആക്കുന്ന റെസിപ്പി ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാമേ. അപ്പോൾ നമ്മളെ സബി ആൻറ്റി കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ ആൻറ്റീൻ്റെ വീട്ടിൽ പോയ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അമ്മ കാല് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോകുമ്പോൾ നമ്മ അവിടെ പോയി നിന്നിട്ടെല്ലാം ഉണ്ട്. അപ്പം അവര് വല്ലപ്പോഴും ഇങ്ങോട്ട് വരില്ല. അപ്പൊ പണിക്കെല്ലാം പോകുന്നതാണ്. ഇപ്പൊ നോമ്പിന്റെ ലീവ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ വന്നെയാണ്. എന്റെ കുടികൂടലിന് വന്നെയാണ് സബി ആൻറ്റിക്ക്. ഇപ്പം മൈഗ്രെയിൻ യാത്ര ചെയ്തിട്ടാണോ ഒന്നും അറിയില്ല. ഇപ്പം കുറവുണ്ട്. ഹോസ്പിറ്റലിലും പോയിട്ട് വന്നു അമ്മ. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.